നമ്മളാ സലീമ മരിച്ചിട്ടോ 10-30 വയസ്സുണ്ടായിട്ടുള്ളൂ. ചെറുപ്പക്കാരനൊരു ചെക്കൻ. അറ്റാക്കായിരുന്നു. അറ്റാക്കൊക്കെ വരാനുള്ള ശരീരപ്രകൃതം ഉണ്ടോ എനിക്ക്? അവനെ കണ്ടാൽ പോലും തോന്നൂല അല്ലെ. കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത്ര. റൂമിലുള്ളവർ പറയുന്നുണ്ട്, റൂമിലെത്തിക്കഴിഞ്ഞാൽ ഒരു സമാധാനം ഇല്ലാതെ അങ്ങനെ കിടക്കുമ്പോൾ ഓരോന്ന് ആലോചിച്ചിട്ട് എന്നൊക്കെ. പുറത്തുള്ള നമുക്കൊക്കെ കാണുമ്പോൾ ഓനെ പോലെ സന്തോഷമുള്ള ഒരു മനുഷ്യൻ വേറെ ആരെങ്കിലും ഉണ്ടോ അല്ലെ? ഓനെ പോലെ സന്തോഷിച്ച് എല്ലാ കാര്യങ്ങളിലും കൂടി ചിരിച്ച് കളിച്ച് തമാശ പറയുന്ന ഒരു മനുഷ്യൻ. ഈ സലീം എന്നുള്ളതൊക്കെ സാധാരണ ഒരു പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുപോലത്തെ എത്രയോ സലീമന്മാര് നമ്മളെ കൂട്ടത്തിലും നമ്മളും നമുക്ക് ചുറ്റിലും ഉണ്ടാവും. കുടുംബത്തിൽ നിന്നൊരു സമാധാനം കിട്ടാതെ മനസ്സ് മരവിച്ച് പോണ മനുഷ്യന്മാര്. കെട്ടിയ പെണ്ണിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കുട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉമ്മാന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നാട്ടിൽ നിന്ന് ഒരു മനുഷ്യനും യാതൊരു വിധത്തിലും സമാധാനം കൊടുക്കാത്ത എത്രയോ സലീമന്മാര് നമ്മളെ കൂട്ടത്തിലുണ്ട്. ഭക്ഷണം കഴിച്ച് കിടന്ന മനുഷ്യനാണ്, പെട്ടെന്നൊരു ദേഹാസ്വസ്ഥത വന്നിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ് മരിച്ചത്. നിങ്ങളൊക്കെ കുടുംബത്തിലോ കൂട്ടത്തിലോ ഒക്കെ ഗൾഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ച് സമാധാനമെങ്കിലും കൊടുക്കണം കേട്ടോ. നിങ്ങള് മനസമാധാനം കൊടുക്കണം. ജീവിക്കാൻ താല്പര്യമില്ലാത്ത വിധത്തിൽ അയാളങ്ങനെ ഇടങ്ങേറാക്കരുത്. പൊന്നുമ്മമാരോടും ഭാര്യമാരോടൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. ഈ പാവങ്ങൾ ഇവിടെ കിടന്നിട്ടേ നെഞ്ചു പൊട്ടി മരിക്കണം കാട്ടി നല്ലത്